കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും CJP സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന ഉറപ്പുകൾ പാലിക്കുന്നില്ല. സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടെന്ന് മുന്നറിയിപ്പ്. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബലും. आइटम नंबर 11 श्री पंकज चौधरी, मैं आपकी अनुमति से वित्त मंत्रालय से संबंधित ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ചർച്ച ചെയ്യണം. അമിത്ഷാ മറുപടി പറയുന്നതുവരെ സഭ സമ്മേളിക്കാനാവില്ലെന്നും പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കോഴിക്കോട് വടകരയിൽ ലഹരിക്കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവത്തിൽ SIT രൂപീകരിച്ചു. ലഹരിയുടെ ഉറവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതം. 2 സ്കൂൾ ടീച്ചർമാരെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ പുതിയ കണക്ക് പുറത്ത്. പെന്റഗണിന്റെ കണക്കനുസരിച്ച് 18 പേർ കൊല്ലപ്പെട്ടു. 624 US സൈനികർക്ക് പരിക്കേറ്റു. പുതിയ കണക്ക് നേരത്തെ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ. സാങ്കേതിക തകരാറെന്ന് പെന്റഗൺ. യുദ്ധ സാഹചര്യങ്ങൾക്കിടെ ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധം കടുപ്പിക്കുന്നതും ചർച്ചയ്ക്ക്. ചർച്ച നാളെ വൈറ്റ് ഹൗസിൽ. അമേരിക്കയുടെ താൽക്കാലിക പിന്മാറ്റം കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ. എഥനോൾ പെട്രോൾ വിവാദത്തിൽ കോടതിയെ സമീപിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നടപടി തനിക്കും കുടുംബത്തിനും സാമ്പത്തിക ലാഭമുണ്ടായെന്ന പ്രചാരണത്തിനെതിരെ അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്യാൻ അനുവദിച്ച ഹൈക്കോടതി. 4 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെതിരെ നാഗ്പൂരിൽ FIR. പരമ്പരാഗത ഹിമാലയൻ പാതകളിലൂടെ ചൈനയുമായുള്ള വ്യാപാരം ശക്തമാക്കാൻ ഇന്ത്യ. നാഥുല ചുരം വഴിയുള്ള വ്യാപാരപാത ഓഗസ്റ്റ് 1 മുതൽ സജ്ജമാകും. സിൽക്ക് റൂട്ടിന്റെ ഭാഗമായ പരമ്പരാഗത പാത തുറക്കുന്നത് 6 വർഷത്തിനു ശേഷം. തലസ്ഥാനത്ത് ഞെട്ടിച്ച വഞ്ചിയൂർ കൊലപാതകം മുൻവൈരാഗ്യം മൂലമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട വൈശാഖും പ്രതികളും തമ്മിലുണ്ടായിരുന്നത് വഴിത്തർക്കം. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അറസ്റ്റ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ MK റാമിനെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. കൂടുതൽ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ വിട്ടത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കാക്കനാട് അർദ്ധരാത്രി യുവാക്കളെ റോഡിൽ ചവിട്ടി നിലത്തിട്ട ഗുണ്ടാ സംഘം പിടിയിലായത് കളമശ്ശേരി പൂക്കാട്ടുപടി കോഴിക്കോട് സ്വദേശികൾ. ആക്രമണം മിനിഞ്ഞാന്ന് അർദ്ധരാത്രി. മർദ്ദനം, കാറിന് സൈഡ് കൊടുത്തില്ലെന്ന എന്ന തർക്കത്തിൽ. വിജയ്ക്ക് പിന്നാലെ ധനുഷും രാഷ്ട്രീയത്തിലേക്കെന്ന സൂചന. ആരാധകരുടെ ഒത്തൊരുമ ജനസേവനത്തിനായി വിനിയോഗിക്കണമെന്ന് താരം. ധനുഷിന്റെ രാഷ്ട്രീയ താൽപര്യം സജീവ ചർച്ചയാക്കി തമിഴ്നാട്.